വാഴയ്ക്കൊപ്പം ബീഫ് ഒരു നല്ലൊരു കോമ്പിനേഷൻ ആണല്ലേ. നമ്മളിൽ പലരും അത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുമുണ്ട്. പക്ഷേ അതേപോലെ തന്നെ വ്യത്യസ്തമായൊരു കോമ്പിനേഷനാണ് ഞാൻ നിങ്ങൾക്കിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇവിടുത്തെ സ്പെഷ്യൽ മലബാറുകാരുടെ സ്വന്തം പഴം നിറച്ചതും അതിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട് കഴിക്കാൻ പോത്തും. അങ്ങനെ ഓർഡർ ചെയ്ത സാധനങ്ങൾ ഓരോന്നായി വന്നു തുടങ്ങി. പഴം നിറച്ചതിൻ്റെ ഒരു സൈഡിൽ കുറച്ച് ബീഫും മറ്റേ സൈഡിൽ കുറച്ച് പോത്തും തട്ടണം. എന്നിട്ട് പഴം നിറച്ചത് കുറച്ച് മുറിച്ചെടുത്ത് ആ ഒരു പോത്തിൻ്റെ കഷ്ണം കൂട്ടി കഴിക്കണം. ഒരു വല്ലാത്ത ടേസ്റ്റാണ്. ഈ പഴംപൊരിയും ബീഫും നമുക്ക് ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താ? ആ പഴത്തിൻ്റെ മധുരവും ബീഫിൻ്റെ എരിയും കൂടി ചേർത്ത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. പക്ഷേ അത് പഴം നിറച്ചതിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ ഒന്നുകൂടി ഇരട്ടിക്കും. നല്ല പഴുത്ത ഏത്തപ്പഴം എടുത്ത് അതിൻ്റെ നടുക്ക് കുറച്ച് സ്പേസിനെ കീറി അതിനകത്ത് പഞ്ചസാരയും തേങ്ങയും കൂടി മിക്സ് ചെയ്ത് അകത്ത് കുത്തിക്കയറ്റി എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുമ്പോഴത്തേക്കും വാഴയ്ക്കൊപ്പത്തിനെ കാട്ടി നല്ല മധുരമായിരിക്കും പഴം നിറച്ചതിന്. അതിൻ്റെ കൂടെ ആ പോത്തിൻ്റെ മസാലയൊക്കെ ചേർന്ന ഒരു ചെറിയ എരിവും കൂടി മിക്സ് ചെയ്ത് കഴിക്കുമ്പോഴോ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കത്തില്ലേ. അത് തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത. ബീഫും പോത്തും അത്യാവശ്യം നല്ല ഡ്രൈ ആയിരുന്നു. അതുകൊണ്ട് പഴം നിറച്ചതൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് കുറച്ച് ചിക്കൻ്റെ ഗ്രേവി പറഞ്ഞു അത് ഒഴിച്ചൊന്ന് കഴിച്ചു നോക്കി. അതും അടിപൊളി ടേസ്റ്റ് തന്നെയായിരുന്നു. നിങ്ങളിവിടെ കഴിക്കാൻ വരികയാണെങ്കിൽ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. റൂൾ നമ്പർ 1, പഴം നിറച്ചത് ഒരെണ്ണം മാത്രമേ വാങ്ങാൻ പാടുള്ളൂ. കാരണം അത്യാവശ്യം നല്ല സൈസാണ് ഒരെണ്ണത്തിന്. അത് കഴിച്ച് തീർന്ന് വീണ്ടും വിശപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്തത് മേടിക്കാം. റൂൾ നമ്പർ 2, അവിടെ ജോലിക്ക് നിൽക്കുന്ന ബംഗാളി ചേട്ടൻ്റെ അടുത്ത് ഒരിക്കലും ഗ്രേവി ചോദിക്കരുത്. അങ്ങനെ ചോദിച്ചാൽ പുള്ളിക്കാരെ ഉള്ളിക്കറി കൊണ്ടുവന്ന് തരും. അതുകൊണ്ട് അവിടെ ബില്ലടിക്കാൻ നിൽക്കുന്നിടത്ത് ഓണർ കാണും. ആ ചേട്ടൻ്റെ അടുത്ത് കുറച്ച് ഗ്രേവി വേണമെന്ന് പറഞ്ഞാൽ ആ ചേട്ടൻ അതിൻ്റെ ഒറിജിനൽ ചിക്കൻ്റെ ഗ്രേവി കൊണ്ടുതരുന്നതായിരിക്കും. ഇതാണ് എൻ്റെ കൂട്ടുകാരൻ മനു. ഇവനാണ് എനിക്ക് ഈ സ്ഥലം പരിചയപ്പെടുത്തി തന്നത്. അതുകൊണ്ട് തന്നെ ഇവനെ ഇനി കാണിച്ചില്ല എന്ന് പരാതി വേണ്ട. ഒരു പഴം റോസ്റ്റിന് 30 രൂപയും പോത്തിനും ബീഫിനും 100 രൂപയും വീതമാണ് ആയത്. ഈ ലൊക്കേഷൻ വന്നിട്ട് കോവളം കാരോട് ബൈപ്പാസ് റോഡിൽ പുറത്തിവള ജംഗ്ഷനിലുള്ള ബോംബെ ഫാസ്റ്റ് ഫുഡ്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ ഓക്കെ, ബൈ.